നമസ്കാരം. ഫുട്ബോൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിയേഗോ സിമിയോണിക്ക് ഇതൊരു ക്രൂഷ്യൽ സീസൺ ആണ് അല്ലെ. കഴിഞ്ഞ സീസൺ നമ്മൾ നോക്കാനായിട്ടാണ് ലലീഗയിൽ ഏറ്റവും കൂടുതൽ പലരുടെയും ഫേവറേറ്റ്സ് ആയിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് ലലീഗ അടിക്കാനും ആൻഡ് വൺ ഓഫ് ദ ഡാർക്ക് ഹോഴ്സസ് ആയിട്ട് ഫോർ ചാമ്പ്യൻസ് ലീഗും പലരും കൺസിഡർ ചെയ്ത സൈഡാണ് നമ്മൾ നോക്കാനായിട്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. പക്ഷേ ലാസ്റ്റ് സീസൺ അത്ലറ്റിക്കോ ലീഗിൽ മൂന്നാമതാണ് ഫിനിഷ് ചെയ്തത്. സ്ഥിരം പല്ലവി എന്നെല്ലാവരും പറയും. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ പെനൽറ്റി ഷൂട്ട് ഔട്ടിൽ നമ്മൾ കണ്ടതാണ് അൽവാറസിന്റെ ആ ഒരു മിസ് കിക്ക് ഇൻസിഡന്റും സംഭവം ഡബിൾ കിക്ക് ഇൻസിഡന്റ് ഒക്കെ വെച്ചാൽ മറ്റാരും അല്ല അത്ലറ്റിക്കോയുടെ വെൻ ഇറ്റ് കംസ് ടു ചാമ്പ്യൻസ് ലീഗ് ബിഗസ്റ്റ് നൈറ്റ് റയൽ മാഡ്രിഡ് തന്നെയാണ് അത്ലറ്റിക്കോനെ ഔട്ടാക്കിയത്. സോ എന്താണ് സംഭവിച്ചത് അത്ലറ്റിക്കോ മാഡ്രിഡിന്? ലാസ്റ്റ് സീസൺ നിങ്ങൾ നോക്കാനായിട്ടാണെങ്കിൽ ഫസ്റ്റ് 19 മാച്ചസ് കഴിഞ്ഞപ്പോഴേക്കും 13 വിജയം 5 ഡ്രോ 1 തോൽവിയുമായിട്ട് 44 പോയിന്റ് നിങ്ങൾക്ക് ഇപ്പം കാണാം അത്ലറ്റിക്കോ മാഡ്രിഡിനുണ്ട് ആദ്യത്തെ 19 മാച്ച് കഴിഞ്ഞപ്പോൾ. അതേ സമയത്ത് ബാർസലോണയ്ക്ക് ആ സമയത്തുള്ളത് 38 പോയിന്റാണ്. ഒരു ടൈമിൽ, അതായത് ആ ഒരു വിന്റർ ടൈമിൽ 83 ദിവസം അൺബീറ്റൻ ആയിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് ഒരു റണ്ണ് നടത്തി. അത്ലറ്റിക്കോ ക്ലിയർ ടൈറ്റിൽ ഫേവറേറ്റ്സ് ആവുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. പക്ഷെ പിന്നീട് ആ വിന്റർ ബ്രേക്ക് കഴിഞ്ഞ ഒരു സ്പ്രിങ്ങിലോട്ട് കടന്നപ്പോഴേക്കും നമ്മൾ അത്ലറ്റിക്കോ മാഡ്രിഡ് അടുത്ത പോസിബിൾ 30 പോയിന്റ്സിൽ നിന്ന് നേടിയത് 13 പോയിന്റ് മാത്രമാണ്. സോ സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസണിൽ നിങ്ങൾ നോക്കാനായിട്ടാണ് 19 കളികളിൽ നിന്ന് 9 വിജയം 5 സമനില 5 തോൽവികളുമായിട്ട് 32 പോയിന്റാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് നേടിയത്. 7ാമതാണ്. ഇപ്പൊ സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസണിന്റെ പോയിന്റ്സ് ടേബിൾ മാത്രം നോക്കാനായിട്ടാണ് അത്ലറ്റിക്കോ 7th. ആ സെയിം സിറ്റുവേഷനിൽ ബാർസലോണ നേടിയത് 50 പോയിന്റാണ്. സോ 18 പോയിന്റ് ഗ്യാപ്പ്. സോ ക്ലിയർ ആയിട്ട് ബാർസലോണ ടൈറ്റിൽ അടിക്കുകയും ലാസ്റ്റ് മാസങ്ങളിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ടൈറ്റിൽ റേസിൽ ഔട്ടാവുകയും ബാർസലോണയ്ക്കും റയൽ മാഡ്രിഡിനും ഇടയിലായിരുന്നു ആ ഒരു ടൈറ്റിൽ റേസ് നടന്നുകൊണ്ട് വരും. സോ എന്താണ് സംഭവിച്ചത്? മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. ലെങ്ലെറ്റ്, റോബിൻ ലീ നോർമാൻ്റെ അതുപോലെ തന്നെ ഗിമിനസ് അടങ്ങുന്ന ബാക്ക് ലൈൻ വളരെ സ്ട്രോങ് ആയിരുന്നു. ഗിമിനസിന് ക്രൂഷ്യൽ ടൈമിൽ ഇഞ്ചറി വന്നത് ബാക്ക് ഫയർ ആയി. കൂടാതെ ലെങ്ലെറ്റും റോബിൻ ലീ നോർമാൻഡും സോളിഡ് ആയിട്ട് പെർഫോം ചെയ്തെങ്കിലും പിന്നീട് ഫോം ഡിപ്പാവുന്ന കണ്ടു. രണ്ടുപേരും മിസ്റ്റേക്സ് വരുത്തുന്ന കണ്ടു. സോ ലീഗിലെ സോളിഡ് ഡിഫൻസ് ആയിരുന്നു, ഏറ്റവും ബെസ്റ്റ് ഡിഫൻസ് ആയിരുന്നു അത്ലറ്റിക്കോയുടെ ആ ഒരു സിറ്റുവേഷൻ വരെ ഫസ്റ്റ് ഹാഫിലൊക്കെ. ബട്ട് സെക്കൻഡ് ഹാഫിലോട്ട് കടന്ന് സീസൺ എൻഡ് ആയപ്പോൾ ലീഗിലെ സെക്കൻഡ് ബെസ്റ്റ് ഡിഫൻസ് ആയി മാറി. അത്ലറ്റിക് ക്ലബ്ബ് ഫസ്റ്റ് ആവുകയും ചെയ്തു. സോ ക്ലിയർലി നമുക്ക് കാണാം ഡിഫൻസിന്റെ ഔട്ട് ഓഫ് ഫോം. ആൻഡ് ഗിമിനസ് ഒരു ഇഞ്ചറി പ്രോൺ പ്ലെയർ ആണ്. ഗിമിനസ് ഫിറ്റായിട്ട് നിൽക്കുകയാണ് ഒരു ഗെയിം ചേഞ്ചറാണ്. പക്ഷേ അതാണ് ഇഷ്യൂ. പിന്നെ ഗ്രീസ്മാൻ ഫോം ഔട്ട് ആയത് വലിയൊരു ഇഷ്യൂ ആയിരുന്നു. സൊർലോത്തിന്റെ കാര്യത്തിലൂടെ വരുമ്പോൾ സൊർലോത്ത് 20 ഗോൾസ് 35 കളികളിൽ നിന്ന് ലീഗിൽ അടിച്ചിട്ടുണ്ട്. ഇംപ്രസീവാണ്. പക്ഷെ അതിൽ 7 ഗോളും വന്നത് ലാസ്റ്റ് 2 മാച്ചസിൽ നിന്നാണ്. സോ 13 ഗോളാണ് അതിന് മുമ്പ് വരെ, ലാസ്റ്റ് 2 മാച്ച് ഡേയ്സിന് മുമ്പ് വരെ നിന്നോണ്ടിരുന്നത്. മോശമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അല്ലാതെ. പക്ഷെ അത്ലറ്റിക്കോയുടെ മാച്ചുകൾ കണ്ടവർക്കറിയാം സൊർലോത്ത് പല മാച്ചുകളിലും കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. ടു മച്ച് ഡിപ്പെൻഡൻസ് ഓൺ യൂനിയൻ അൽവാറസ്. ക്രിയേറ്റിവിറ്റിയിൽ അൽവാറസിന് ടു മച്ച് ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ട പല പ്ലേയേഴ്സ്, എസ്പെഷ്യലി ഗ്രീസ്മാൻ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനത് ബാക്ക് ഫെയർ ചെയ്തു. കുറേ ഇഞ്ചറിയും പിന്നെ ഒരു നല്ല സീസണും അല്ലായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ലെമാറസ് ഓൾവേസ് ഇഞ്ചേർഡ് ആയിരുന്നു. മിഡ്ഫീൽഡിലാണെങ്കിലും ഗാലഗർ ഒന്നും മോശമല്ലായിരുന്നു, പക്ഷേ ആ ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുപോകുന്നില്ല. ആൻഡ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഓവറോൾ ഈ ഒരു സീസൺ എൻഡ് ആയപ്പോഴേക്കും അത്ലറ്റിക്കോ മാഡ്രിഡ് സ്ഥിരം എല്ലാ സീസണിലും കാണാറില്ല. കഴിഞ്ഞ 12 സീസണുകൾക്കിടയിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് 8 തവണയാണ് 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് ലാസ്റ്റ് 12 സീസണിൽ. ആൻഡ് സിമിയോണെ 2 ലലീഗ ടൈറ്റിൽസും അവർ ഇതിൻ്റെ ഇടയ്ക്ക് നേടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അതൊരു സ്ഥിരം പാറ്റേണായി മാറുന്നുണ്ട്. ഈവൻ തേർഡ് ഫിനിഷ് ചെയ്യുക, ഈവൻ സെക്കൻഡിലോട്ട് പുഷ് ചെയ്യാനായിട്ട് കൺസിസ്റ്റൻ്റ്ലി അവർക്ക് പറ്റുന്നില്ല. അത് ഈ സീസൺ മാറ്റിയെടുക്കുമോ നമുക്ക് നോക്കാം. കാരണം ചാമ്പ്യൻസ് ലീഗിൽ അവർ ഔട്ടായി. ആൻഡ് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലബ് വേൾഡ് കപ്പിനും പോയിട്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ അവർ ഔട്ടായി. സോ സിമിയോണി വി ലൈക്ക് ഓക്കെ മതി, ഇനി എനിക്ക് ഈ ടീം സെറ്റ് ചെയ്യണം. പുള്ളിയുടേതായ ഒരു ഫിലോസഫി സെറ്റ് ചെയ്യണം. ബാക്ക് ലൈനിൽ പേസിലാക്കിയെന്നുണ്ട്. ബാക്ക് ലൈനിൽ ബിൽഡപ്പ് ഫേസിൽ എനിക്കൊരു ചേഞ്ചസ് കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. മിഡ്ഫീൽഡിലാണെങ്കിലും ഏജിങ് ആയിട്ടുള്ള ഒരു സ്ക്വാഡാണ് അത്ലറ്റിക്കോയുടെ. നിങ്ങൾ നോക്കാനായിട്ടാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ലാസ്റ്റ് സീസണിൽ നോക്കുവാണെങ്കിൽ ആസ്പിലിക്വോട്ട, വിറ്റ്സല്, ഗ്രീസ്മാന്, ഇവൻ ലെങ്ലെറ്റ് 30, ഗിമിനസ് 30 ആയി, സൊർലോത്ത് 30 അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത്യാവശ്യം ഏജഡ് ആയിട്ടുള്ള കൊക്കയാണെങ്കിലും ഇവൻ ലെമാർ ആണെങ്കിലും ഇഞ്ചറി പ്രോണാണ്. സോ അത്യാവശ്യം ഏജഡ് ആയിട്ടുള്ള ഒരു സ്ക്വാഡാണ്. സോ അവിടെ ഒരു റിഫ്രഷ്മെന്റ് വേണം, പുള്ളിയുടേതായ ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യണം. സോ പലപ്പോഴും പുള്ളിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. ചില മാച്ചുകളിൽ 4 at the back, ചില മാച്ചുകളിൽ 3 at the back, ചില മാച്ചുകളിൽ കൗണ്ടർ അറ്റാക്കിംഗ് സ്റ്റൈൽ ഓഫ് പ്ലേ, ചില ഗെയിമുകളിൽ പൊസഷൻ സ്റ്റൈൽ ഓഫ് പ്ലേ. പുള്ളിക്ക് തന്നെ പുള്ളിയുടെ ഒരു ഐഡന്റിറ്റി ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ ഇപ്പം ഈ സീസണിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ലീഗയിൽ ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്ത സൈഡാണ്. ഓൾമോസ്റ്റ് 150 million euros ഇപ്പം തന്നെ സ്പെൻഡ് ചെയ്തു. അത്ലറ്റിക്കോ മാഡ്രിഡ് നിങ്ങൾ നോക്കാനായിട്ടാണ് 7 സൈനികളാണ് ഈ സമ്മർ വിൻഡോയിൽ സോഫാർ നടത്തിയിരിക്കുന്നത്. അതിലെ മെജോറിറ്റിയും 24 അതിൽ താഴെ ഏജുള്ള പ്ലേയേഴ്സാണ്.
സോ നിങ്ങൾ നോക്കാനായിട്ടാണ് ലെങ്ലെറ്റിനെ അവർ പെർമനന്റ് ആക്കി ബാർസലോണ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തു, ഫ്രീ ഏജന്റായിട്ട് ഓൾമോസ്റ്റ് പെർമനന്റ് ആയിട്ട് സൈൻ ചെയ്തു. കൂടാതെ അവർ നടത്തിയ സൈനിങ്ങൾ നോക്കുകയാണെങ്കിൽ VRL നിന്ന് അലക്സ് ബെയ്നേനെ 50 മില്യൺ യൂറോസിന്റെ ഒരു പാക്കേജിന് സ്പാനിഷ് ഇന്റർനാഷണലായ ലലീഗ പ്രൂവണായ റിയലി ടാലന്റഡ് ആയ ക്രിയേറ്റിവിറ്റി ഉള്ള അത്ലറ്റിക് മാഡ്രിഡിന് വേണ്ട ഒരു ഐറ്റമാണ് ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു പ്ലെയർ. നമ്പർ 10 ജേഴ്സി ആളെടുക്കുകയാണ്. നമുക്കറിയാം എങ്കിൽ കുറേ ക്ലബ്ബ് വിട്ടിരിക്കുകയാണ്. അടുത്ത നെയിം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജോണി കർഡോസോ. എല്ലാവർക്കും അറിയാമായിരിക്കും റയൽ ബെറ്റിസിന്റെ മറ്റൊരു യങ്സ്റ്റർ, 24 വയസ്സിൽ താഴെയുള്ള US ഇന്റർനാഷണൽ മിഡ്ഫീൽഡർ, ബോക്സ് ടു ബോക്സ് കളിക്കാൻ കപ്പാസിറ്റിയുള്ള ലീഗ് A to Z അറിയാവുന്ന ഒരു പ്ലെയറാണ്, സൂപ്പർ പ്ലെയറാണ്. പാബ്ലോ ബാരിയോസിനോടൊപ്പം മിഡ്ഫീൽഡിൽ കർഡോസോയും അലക്സ് ബെയ്നയൊക്കെ വരുന്നത് ഒരു ഗെയിം ചേഞ്ചറാണ്. അതുപോലെ തന്നെയാണ് അടുത്ത പ്ലെയർ നിങ്ങൾ നോക്കാനായിട്ടാണെങ്കിൽ മറ്റാരുമല്ല, തിയാഗോ അൽമാഡ. നമുക്കറിയാം ഈ സീസൺ ഗ്രീസ്മാനെ ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യുന്ന പോകുന്ന ഇഷ്യൂസ് ഉണ്ട്. ഗ്രീസ്മാൻ റീസെന്റ് ഫോം ഔട്ടാണ്, ഡിപ്പാണ്, ആള് നാഷണൽ ടീമിൽ നിന്ന് വിരമിച്ചു. സോ മേ ബി ഗ്രീസ്മാൻ ഒരു സ്ക്വാഡ് പ്ലെയറായി മാറേണ്ട ടൈമായി എന്ന് പല ഫാൻസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അൽമാഡ പോലത്തെ ക്രിയേറ്റിവിറ്റി ഉള്ള ഹ്യൂജ് വർക്ക് റേറ്റ് എടുക്കുന്ന ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനെ ബോട്ടോഫോഗയിൽ നിന്ന് 20 മില്യൺ യൂറോസിന് 50% റൈറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. സോ ആൾക്ക് ലയോണിൽ ലാസ്റ്റ് സീസൺ ലോണിൽ കളിച്ച് യൂറോപ്യൻ എക്സ്പീരിയൻസും ഉണ്ട്. സോ അടുത്ത നെയിം ആരാണെന്ന് ചോദിച്ചാൽ അത് മറ്റേയോ റുഗേറിയാണ്. അതുപോലെ തന്നെ മാർക്ക് പ്യൂബിലും. മറ്റേയോ റുഗേറിനെ അറ്റ്ലാന്റയിൽ നിന്നാണ് സൈൻ ചെയ്യുന്നത്. 20 മില്യൺ യൂറോസിന്റെ പാക്കേജിൽ നിന്ന് അറ്റ്ലാന്റയിൽ നിന്നാണ് സൈൻ ചെയ്യുന്നത്. മറ്റൊരു 22 വയസ്സുകാരനായ ഫുൾ ബാക്കാണ്, ലെഫ്റ്റ് ബാക്കാണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് CBയും റൈറ്റ് ബാക്കും കളിക്കാൻ കപ്പാസിറ്റിയുള്ള മാർക്ക് പ്യൂബിലിനെ അൽമേരിയയിൽ നിന്നും 20 മില്യൺ യൂറോസിന്റെ പാക്കേജിന് സൈൻ ചെയ്തിട്ടുണ്ട്. ആസ്പിലിക്കോറ്റയും ലിനോയും ക്ലബ്ബ് വിട്ടിട്ട് പോയിട്ടുണ്ട്. സോ അവിടെ അഡീഷൻസ് മസ്റ്റ് ആയിരുന്നു. കൂടാതെ അവിടെ കുറച്ച് യങ്ങർ ആയിട്ടുള്ള ലെഗ്സ് വന്നിട്ടുണ്ട്. രണ്ടുപേർക്കും 22 വയസ്സാണ്. സോ 2 കിടിലൻ യങ് എക്സൈറ്റിംഗ് ഫുൾ ബാക്സിനെ ആഡ് ചെയ്തിട്ടുമുണ്ട്. അതുപോലെ തന്നെയാണ് അവരുടെ പ്രോബബ്ലി ദ ഓൾഡസ്റ്റ് സൈനിങ് ഡേവിഡ് ഹാങ്കോൻ, 27 വയസ്സുകാരൻ ഫെയ്നൂഡിന്റെ എറ്റാണത്. CBയും ലെഫ്റ്റ് ബാക്കിങ് കളിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു സൂപ്പർ സൈനിങ്. ഫെയ്നൂഡ് ഫാൻസിനിടയിൽ ഹൈലി റേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. നമുക്കറിയാം അൽനാസർ ഡീൽ കൊളാപ്സ് ആയതിനു ശേഷം ഇവർ വന്ന് ഹൈജാക്കിയത്. സോ 30 മില്യൺ യൂറോസിന് ആ ഡീലും ഡൺ ആയിട്ടുണ്ട്. കൂടാതെ ഇപ്പൊ എൻസോ മിലറ്റിനെ സ്റ്റുട്ട്ഗാർട്ടിൽ നിന്ന് സൈൻ ചെയ്യാനായിട്ട് പോകുന്നു എന്നെല്ലാ റിപ്പോർട്ടുകളും വരുന്നുണ്ട്. 20 മില്യന്റെ പാക്കേജിന് കാര്യം ഡൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. 23 വയസ്സുകാരനായ ഫ്രഞ്ച് മിഡ്ഫീൽഡർ. അതുപോലെ തന്നെ അഡമെ ലുക്മാൻ, അതുപോലെ തന്നെ ആന്റണി ആയിട്ട് ലിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ റെനേറ്റോ വേഗയിൽ ഇപ്പോൾ ഓഫ് ആണെന്ന് അറിയിക്കുന്നത്, പക്ഷെ ടോക്സ് നടത്തിയിരുന്നു. സോ മേ ബി ഇനി സൈനിങ്സുകൾ കാണാം എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ആൻഡ് നടത്തിയ സൈനിങ്സുകൾ നോക്കുക. ഇപ്പം ഡിപ്പോൾ ലാസ്റ്റ് സീസണിലെ പ്രോബബ്ലി അവർ വൺ ഓഫ് ദ മോസ്റ്റ് കൺസിസ്റ്റന്റ് മിഡ്ഫീൽഡർ ആണ്. 4 ക്ലബ്ബ് വിട്ടിട്ടുണ്ട്. പക്ഷേ ഒരു മാസീവ് അപ്ഗ്രേഡ് ആണ് അവിടെ കൊണ്ടുവരുന്നിരിക്കുന്നത്. കർഡോസോ, അലക്സ് ബെയ്നെ, യങ് എക്സൈറ്റിംഗ് യങ്സ്റ്ററിനെ, ഇവരുടെ എല്ലാം സൈനിങ്ങൾ നോക്കുക. സോഫാർ യങ് ആണ്, എക്സൈറ്റിംഗ് ആണ്, വർക്ക് ലോഡ് എടുക്കുന്ന പ്ലേയേഴ്സ് ആണ്, ഓൺ ദ ബോൾ അബിലിറ്റി ഉള്ള ക്രിയേറ്റിവിറ്റി ഉള്ള മിഡ്ഫീൽഡേഴ്സ് ആണ്. ഇതാണ് അവരുടെ സൈനിങ്സിലെ വൺ ഓഫ് ദ എടുത്തു നിൽക്കുന്ന പോയിന്റ്. ആൻഡ് മറ്റൊരു കാര്യം, ലെഫ്റ്റ് സൈഡ് വിങ് ബാക്ക് കളിക്കാൻ കപ്പാസിറ്റി ഉള്ള റുഗേറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ 5 at the back സിസ്റ്റം കളിക്കുമ്പോൾ ഡിഫെൻസീവ്ലിയും ഒഫൻസീവ്ലി ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. മാർക്ക് പ്യൂബിലിനെ കൊണ്ടുവന്നിട്ടുണ്ട്. മൊളീന അവിടെ നിൽക്കുമെന്നാണ് കേൾക്കുന്നത്. സോ റൈറ്റ് ബാക്ക് ആയിട്ടും കവർ കൊടുക്കാം, റൈറ്റ് സൈഡിൽ CB ആയിട്ടും കളിക്കാൻ പറ്റും. ഹാങ്കോ സെന്റർ ബാക്ക് ആയിട്ടും കളിക്കാം, ലെഫ്റ്റ് സൈഡിൽ CB ആയിട്ടും കളിക്കാം, ഡിഫെൻസീവ്ലി ലെഫ്റ്റ് ബാക്ക് ആയിട്ടും വേണം ആളെ യൂട്ടിലൈസ് ചെയ്യാം. സോ ഓവറോൾ റിയലി വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു 11 അഥവാ വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു 11 ആയിരിക്കും പുള്ളി ഇറക്കാൻ പോകും. സോ പുള്ളി എന്താണോ ഉദ്ദേശിക്കുന്ന ആ ഒരു ഐഡന്റിറ്റി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റിയൊരു സ്ക്വാഡ് പുള്ളി ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ യൂലിയൻ അൽവാറസ് പോലത്തെ പ്രോബ്ലി അവർ ഫേസ് ഓഫ് ദ പ്രോജക്റ്റ് ഇനിയും പുള്ളിയായിരിക്കും. സോ അങ്ങനത്തെ ഒരു പ്രൊഫൈലും അവിടെ ഉണ്ട്. സോ എന്താണ് നിങ്ങൾക്ക് അത്ലറ്റികോ മാഡ്രിഡ് ഈ സീസണിലുള്ള പ്രതീക്ഷ എന്ന് പറയാം? എനിക്ക് ഓവറോൾ ചോദിക്കാനായിട്ടാണെങ്കിൽ ദേ ഹാവ് ടു പുഷ് ഫോർ ദ ടൈറ്റിൽ. ഈ സീസൺ എന്തെങ്കിലും ചാമ്പ്യൻസ് ലീഗിലും ലീഗ്, ഇപ്പൊ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ അടിക്കാനായിട്ടുള്ള ഒരു സ്ക്വാഡ് അവർക്കുണ്ട്. ഓൺ പേപ്പർ നോക്കാനായിട്ടാണ് റിയലി ഗുഡ് സ്ക്വാഡാണ്. ആൻഡ് സിമിയോണിയുടെ മൈൻഡ് എന്താണ്? പുള്ളിക്ക് ഈ സീസൺ യങ് എക്സൈറ്റിംഗ് എല്ലാം ഓൺ ദ ബോൾ അബിലിറ്റി ഉള്ള വർക്ക് ലോഡ് എടുക്കുന്ന ഒരു ടീമിനെ സെറ്റപ്പ് ചെയ്ത് മാനേജ്മെന്റ് കൊടുക്കുന്നുണ്ട്. സോ പുള്ളിയുടെ ഡ്യൂട്ടിയാണ് ഇനി പുള്ളിയുടെ എന്താണോ പുള്ളി ഉദ്ദേശിക്കുന്ന ടാക്ടിക്സ് അതിൽ ഇംപ്ലിമെന്റ് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിരിക്കുക. അല്ലാതെ ഓരോ മാച്ചിലും ഓരോ ടാക്ടിക്സ് എന്ന് വിട്ടി പുള്ളിയുടെ ഒരു സിസ്റ്റം, പുള്ളിയുടെ ഒരു ഐഡന്റിറ്റി, സിമിയോണി ഐഡന്റിറ്റി. നമ്മൾ 2015-16 കളിക്കുമ്പോൾ സിമിയോണിയുടെ ഐഡന്റിറ്റി എന്താണ്? എപ്പോഴും എക്സൈറ്റിംഗ് ആണ്. കൗണ്ടർ അറ്റാക്കിംഗ് സ്റ്റൈൽ ഓഫ് പ്ലേ, 4-4-2 അല്ലെങ്കിൽ 4-2-3-1 കൗണ്ടർ അറ്റാക്കിംഗ് സ്റ്റൈൽ ഓഫ് പ്ലേ. അതവർ കളിക്കും, അതിന് പറ്റിയ ടീം അവിടെ ഉണ്ടായിരുന്നു. സോ ഇപ്പം പുള്ളി എന്താണ്? 3 at the back സിസ്റ്റം ആണ്, 4 at the back സിസ്റ്റം ആണ്, ഓൺ ദ ബോൾ ആണ് നോക്കുന്നത്, എക്സ്ട്രാ അഗ്രസീവ് ഹൈലൈൻ ആണ് കളിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതോ കുറച്ചുകൂടെ ഗെയിം കൺട്രോൾ ചെയ്യാനോ, അതോ ഡിഫൻസീവ് സ്റ്റൈൽ ഓഫ് പ്ലേ ആണ് ഉദ്ദേശിക്കുന്നത്? അത് പുള്ളി എന്താണോ പ്ലാൻ ചെയ്യുന്നത് ആ ഒരു ഐഡന്റിറ്റി സെറ്റ് ചെയ്യുക, അത് പുള്ളി സെറ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള സ്ക്വാഡ് ഇപ്പോൾ ഉണ്ട്. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. കൂടാതെ കൊക്കയൊക്കെ പോലത്തെ ക്വാളിറ്റി, എക്സൈറ്റിംഗ്, എന്നാ പറയുക, എബിലിറ്റി ഉള്ള, എന്നാ പറയുക, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് ഒക്കെ ബെഞ്ചിൽ നിറക്കാനുണ്ട്. ഗാലഗർ ഇപ്പോൾ അവിടെ നിൽക്കുമെന്നാണ് കേൾക്കുന്നത്. കൂടാതെ ഓപ്ഷൻസ് ഉണ്ട്.
ഗിമിനസ് ഫിറ്റായിട്ട് നിൽക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ബട്ട് ഗിമിനസിനെ എപ്പോഴും യൂട്ടിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഹാങ്കോ പ്യൂബിലൊക്കെ പോലത്തെ സെൻറ്റർ ബാക്ക് കളിക്കാൻ കപ്പാസിറ്റിയുള്ള അഡീഷൻസ് കൊണ്ടുവന്നിട്ടുമുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. എന്താണ് നിങ്ങൾക്ക് ഈ സ്ക്വാഡിലുള്ള പ്രതീക്ഷകൾ എന്ന് പറയാം. ഐ തിങ്ക് ദേ ഹാവ് ടു പുഷ് ഫോർ ദ ടൈറ്റിൽ. ലാ ലീഗ ടൈറ്റിൽ റേസിൽ അവർ ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് മാച്ച് ഡേ വീക്കിലും പോസിബിൾ ആയിരിക്കണം. അല്ലെ ഒരു ലാസ്റ്റ് ഇയറിലെ പോലെ ഒരു മാസം മുമ്പേ അല്ലെ 2 മാസം മുമ്പേ ടൈറ്റിൽ റേസ് ചെയ്യുന്ന ഔട്ടായ ഒരു സിറ്റുവേഷൻ വരരുത് അത്ലറ്റിക്കോയ്ക്ക്. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. ഐ തിങ്ക് സിമിയോണി ഈസ് പ്ലാനിങ് സംതിങ് ബിഗ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും